അതേപോലെ ഈ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ചോർന്ന് പോകുന്ന ഒരു വിഷയമുണ്ടല്ലോ. ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ യൂട്യൂബിൽ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അതിൻ്റെ യൂട്യൂബ് ആളുകളെ പിടികൂടുന്നതല്ല, യൂട്യൂബിലേക്ക് അത് എത്തണമെങ്കിൽ അത് എവിടെ നിന്ന് തുടങ്ങുന്നു എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. യൂട്യൂബിനെ പിടിക്കണം, അത് വേറെ കാര്യം. പക്ഷേ ആ യൂട്യൂബിലേക്ക് എത്തുന്നതിനൊരു വഴി ഉണ്ടാവുമല്ലോ. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ യൂട്യൂബിന് ഒറ്റയ്ക്ക് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ഒരു സ്ഥലത്ത് ഉത്ഭവിക്കുന്നുണ്ട്. ആ ഉത്ഭവിച്ച് ആ ക്വസ്റ്റ്യൻ പേപ്പർ ചില വഴികൾ കടന്നിട്ടാണ് ഇവിടെ എത്തുന്നത്. അപ്പോൾ അതിൻ്റെ അങ്ങേ അറ്റം എവിടെ നിന്ന് തുടങ്ങുന്നു എന്നുള്ളത് വളരെ ഗൗരവമായി ആലോചിക്കണം. അപ്പോൾ അതിൻ്റെ തുടക്കം മുതൽ അതിൻ്റെ എൻഡ് വരെ പരിശോധിക്കേണ്ട കാര്യമാണ്. ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചോരുക എന്നൊക്കെ പറയുന്നത് വളരെ ഗൗരവമായ വിഷയമാണ്. എക്സാമിനേഷൻസിൻ്റെ എല്ലാ അന്തസ്സത്തെയും അതിൻ്റെ വിശ്വാസ്യതയും തകർക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതെ, ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന സ്ഥലത്തു നിന്ന് തന്നെയാണ് ഇത് പോകുന്നത്. അല്ല, അന്വേഷണങ്ങൾ നടക്കട്ടെ നമുക്ക്, പക്ഷേ അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് പരിശോധിക്കുക. അപ്പോൾ ഇതിൽ ശരിക്കും ചില ആളുകളെ മാത്രം സ്കേപ്പ് ഗോട്ടാക്കി മാറ്റാൻ പാടില്ലല്ലോ. അത് ഇതിൻ്റെ യഥാർത്ഥ പ്രതി ആര് എന്ന് കണ്ടെത്തണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അല്ല, ഞാൻ പറയുന്നത് ഈ എല്ലാ വിഷയത്തെയും നമ്മൾ ഒരു വർഗീയവൽക്കരിച്ചുകൊണ്ട് സംസാരിക്കുന്നത് ശരിയല്ല എന്നുള്ളൊരു അഭിപ്രായം എനിക്കുള്ളത്. കാരണം ഒരു ഇസ്ലാമോഫോബിയ ഉണ്ടാക്കാനുള്ളൊരു ശ്രമം കുറേയായി മാർക്സിസ്റ്റ് പാർട്ടി പല കാര്യങ്ങളിലൂടെയും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കാഫിർ സ്ക്രീൻഷോട്ടായി കഴിഞ്ഞാലും, അതുപോലെ തന്നെ പാലക്കാട് നടത്തിയിട്ടുള്ള പരസ്യങ്ങളിലായാലും എല്ലാറ്റിലും ഇവരുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വളരെ ഗുരുതരമായ ഒരു പാർട്ടി തന്നെ സാമ്രാജ്യത്വ ശക്തികളുടെ ഒക്കെ ഒരു അജണ്ട നടപ്പിലാക്കുന്നത്. ഈ വ്യായാമത്തിൽ പോലും ഇതുപോലെ രാഷ്ട്രീയം കാണുക. ഇതിപ്പോൾ സത്യത്തിൽ ഈ ഗോള് അടിക്കാൻ വേണ്ടിയിട്ട് ഇത് പാസ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ബി ജെ പിക്കാണ്. ഇനി ബി ജെ പി ഗോളടിച്ചോളൂ. അതല്ല ഞാൻ പറയുന്നത്, അത് വിഷയം വേറെ. ഈ വിഷയം അതിനേക്കാൾ അപ്പുറമുള്ള ഒരു വിഷയമാണ്. അവർ ഉന്നയിച്ചിട്ടുള്ള വിഷയം വേറെയാണ്. മോഹനൻ മാസ്റ്റർ ഉന്നയിച്ചിട്ടുള്ള വിഷയം വേറെയാണ്. മോഹനൻ മാസ്റ്റർ ഇതിനെ ഒരു തീവ്രവാദ പ്രസ്ഥാനമാക്കി മാറ്റുക. എല്ലാം എന്ത് തന്നെ പറഞ്ഞു കഴിഞ്ഞാലും എല്ലാത്തിലും ഒരു തീവ്രവാദം കൊണ്ടുവരിക എന്നുള്ളതാണ്. അന്വേഷിച്ചോട്ടെ, എന്താണെന്നുള്ളത് അവർ കണ്ടെത്തിക്കോട്ടെ, അതൊന്നും പ്രശ്നമില്ല. പക്ഷേ എങ്കിലും ഇതിനകത്ത് എല്ലാ ആളുകളും ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. ഞാനും എക്സാമിന് പോകുന്ന ആളല്ല. എനിക്ക് എക്സസൈസ് ചെയ്യാനുള്ള ഒരാവതില്ലാത്ത ഒരാളാണ്. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ വിവാദം ഉടലെടുത്തതിന് ശേഷം ഇതിൽ പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാ വിഭാഗം ആളുകളുണ്ട് എന്ന് പറഞ്ഞ് മുൻപോട്ട് വരുന്നത് ജമാഅത്തെ ഇസ്ലാമി പശ്ചാത്തലമുള്ളവരാണെന്ന് എ പി വിഭാഗം ഇപ്പോഴും ആരോപിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടായിരിക്കും? അതെനിക്കറിയില്ല, അത് അവരോട് ചോദിച്ചാൽ. എനിക്കും അറിയില്ല ഇതിൽ ആരൊക്കെയാണ് ഉള്ളതെന്നുള്ളതൊന്നും. പക്ഷേ നമ്മൾ കാണുന്നത് എല്ലാ സ്ഥലത്തും ഒരു വ്യായാമ മുറ എന്നുള്ള നിലക്ക് എല്ലാ സ്ഥലത്തും എല്ലാ ആളുകളും ഉണ്ട്. ഞാൻ കണ്ടത് അങ്ങനെയാണ്. ഇനി അതിന് വ്യത്യസ്തം ചില മേഖലകളിൽ ചില പ്രത്യേക വിഭാഗങ്ങൾ കൂടുതലുള്ള സ്ഥലത്ത് അവരുണ്ടാവും എന്നുള്ളതല്ലാതെ കോഴിക്കോടൊക്കെ നടക്കുന്നതിൽ ഞാൻ കണ്ടിട്ടുള്ളത് എല്ലാ വിഭാഗം ആളുകളും അതിലുണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിലും എക്സസൈസിന് ഞാനിതിൽ എനിക്ക് തോന്നുന്നു ഇതുപോലെ RSSൻ്റെ റൂട്ട് മാർച്ചിനെ കുറിച്ചൊന്നും ഇതുവരെ പറഞ്ഞില്ലല്ലോ. അവരുടെ ഒരു എക്സസൈസ് രാവിലെ നടക്കുന്നുണ്ടല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം അത് RSSൻ്റെതാണെന്ന് പറയണ്ടേ? ഇത് ജമാഅത്തിൻ്റെ എന്ന് പറയുമ്പോൾ അത് RSSൻ്റെ എന്ന് പറയണ്ടേ? അപ്പോൾ അതും അപകടമാണെന്ന് പറയണ്ടേ? ജമാഅത്ത് അല്ലെങ്കിൽ ഒരു വിഭാഗം ചെയ്യുന്നത് മാത്രം ഈ രാജ്യത്തെ തീവ്രവാദം ഉണ്ടാക്കുന്നു. RSS ചെയ്യുന്നത് തീവ്രവാദം ഉണ്ടാക്കില്ല എന്നുമാണ്.